ഈ ഹിന്ദുക്കളെയും ഹിന്ദുക്കൾ പ്രാധാന്യം നൽകുന്നവരെയും വിമർശിക്കുക എന്നത് ഇന്ത്യയിൽ പുത്തരിയല്ല. ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. പക്ഷെ അങ്ങനെ നടപ്പിലാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടപ്പിലാക്കിയതിന് പിന്നാലെ ആ മാധ്യമ പ്രവർത്തകനെ ജയിലിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി നീക്കങ്ങൾ പോകുന്നത്. അത് നമ്മുടെ കേരളത്തിലും അങ്ങനെ സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങള് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ഹിന്ദുക്കളെയും ഹിന്ദു നേതാക്കളെയും ഹിന്ദു ബിംബങ്ങളെയും ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആരാധന ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് ഈ മഹാരാഷ്ട്ര. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഛത്രപതി ശിവജി മഹാരാജാവും അദ്ദേഹത്തിൻ്റെ മകൻ ഛത്രപതി സാംഭാജി മഹാരാജാവും അവരൊക്കെ മഹാരാഷ്ട്രയുടെ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ മറാഠികളുടെയും ആത്മാവിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന മഹാപുരുഷന്മാരാണ് ഈ രണ്ടുപേരും. അപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടി വരും. സ്ഥലം മഹാരാഷ്ട്രയാണ്, കേരളമല്ല. കേരളത്തിൽ കുംഭമേളയെ ആക്ഷേപിക്കാം, ഹിന്ദുക്കളെ ആക്ഷേപിക്കാം, ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കാം, ആക്ഷേപിക്കാം, അപമാനിക്കാം, എന്തും ചെയ്യാം. ഇവിടെ ആരും അങ്ങനെ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല. കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരും. അത് വലിയ വിഷയമായി മാറുകയും ചെയ്യും. അതാണിപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഛത്രപതി ശിവാജി മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ മകൻ സാംഭാജി മഹാരാജിനെയും ആക്ഷേപിച്ച ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് നാഗ്പൂരിലാണ്, പ്രശാന്ത് കൊരത്കർ. അയാൾക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ്. അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് അവിടെയുള്ള കോലാപ്പൂരിലെ ഒരു കോടതിയെ സമീപിച്ചു, ഒരു ജില്ലാ കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി അയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഇയാൾ കോലാപ്പൂരിലെ ഒരു ചരിത്രകാരൻ ഇന്ദ്രജീത് സാവന്തിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി. ഇതാണ് ഈ പ്രശാന്ത് കൊരത്കറിനെതിരെയുള്ള ആരോപണം. ഈ പ്രശാന്തും സാവന്തും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം റെക്കോർഡ് ചെയ്തത് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്നു. ഇത് പക്ഷെ ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നത് അത് കെട്ടിച്ചമച്ചതാണ്, അത് വ്യാജമായി നിർമ്മിച്ചതാണ്, എൻ്റെതല്ല, എൻ്റെ ഫോൺ കളവ് പോയി, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ നഷ്ടപ്പെട്ട ഫോൺ ഉപയോഗിച്ച് അത് അപഹരിച്ചതിന് ശേഷം ആരോഗ്യം ഈ മാധ്യമപ്രവർത്തകൻ അറിഞ്ഞിരിക്കില്ലായിരിക്കും അല്ലെ ഇന്ത്യയിലെ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതൊന്നും. പണ്ടായിരുന്നെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുക, അടുത്ത ആഴ്ച അവാർഡ് വാങ്ങാൻ വേണ്ടി ഏതെങ്കിലും വേദിക്ക് മുന്നിൽ പോയി നിന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ആ കാലാവസ്ഥയെല്ലാം മാറിയതായി, ഇപ്പോൾ സാഹചര്യം മാറി, കാലാവസ്ഥ മാറി, ഭരണം മാറി എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു പ്രശാന്ത് കൊരത്കറിന്. എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ആക്ഷേപം നടത്തിയാലും അതെ, സിന്ധു സൂര്യകുമാറിന്റെ വിഷയം തന്നെ അറിയാലോ. തീർച്ചയായും തന്നെ അവർ മുൻപും ഇത്തരം ദുർഗാദേവിയെ ആക്ഷേപിച്ചിരുന്നു. അവസാനത്തെ കുംഭമേള വന്നപ്പോൾ അവർക്ക് വൈകാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗൾഫിൽ വെച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ അവർക്ക് വലിയ അവാർഡും കിട്ടും. അതെ, പൊതുവെ അങ്ങനെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. എഴുത്തുകാരും സാഹിത്യകാരന്മാരും അതെ സാക്ഷരതയുള്ള 100% ലിറ്ററസിയാണ്. അല്ല, അവരെ ചോദ്യം തന്നെയാണ് കണ്ടില്ലേ, 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നും പോലും കുംഭമേളയ്ക്ക് ആൾക്കാർ പോയിരിക്കുന്നു. ഒരു അത്ഭുതം പോലെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അവർ മറ്റൊരു കാര്യം പറയണമായിരുന്നല്ലേ, ഈ 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നാണ് IS ചേരാനായി അഫ്ഗാൻ ജയിലിൽ കിടക്കുക, പിന്നീട് പാകിസ്ഥാൻ അതിർത്തിയിൽ നാം കണ്ടിട്ടുള്ളൂ, പാകിസ്ഥാന് വേണ്ടി യുദ്ധം ചെയ്യാനല്ലേ, ഇന്ത്യൻ സൈനികർക്കെതിരെ വെടിവെക്കാൻ പോയി കാശ്മീരിനെ മോചിപ്പിക്കാൻ യുവാക്കൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും എന്തായാലും ഈ സാക്ഷരതയിൽ പെടാത്ത കാര്യമായിരിക്കും. എന്തായാലും ഈ പരാതിക്കാരനെ പ്രതിനിധീകരിച്ച് ആശിഷ് രാജെ ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അയാൾ ഈ പ്രശാന്തിന്റെ ജാമ്യത്തിനെ എതിർത്തിട്ടുണ്ട്. കോലാപ്പൂരിൽ ഈ സാവന്ത് സമർപ്പിച്ച FIR-ന് പുറമെ ഈ മാധ്യമപ്രവർത്തകനെതിരെ 2 FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇയാളുടെ പരാതിയിൽ, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ ഒരു കേസല്ല, മൊത്തം 3 കേസുകളുണ്ട്. ഈ കേസുകളിലെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് പോലീസ് പ്രഥമ ദൃഷ്ട്യാ ഇയാൾ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും കേസ് മാർച്ച് 24-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.
പരാതി നൽകുന്നതിന് മുമ്പ് പ്രശാന്തുമായുള്ള സംഭാഷണം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ സാവന്ത് സോഷ്യൽ മീഡിയയിൽ പിന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രശാന്ത് അതിൻ്റെ പുറത്ത് ആരോപിക്കുന്നത് ഈ വീഡിയോ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനും എനിക്കെതിരെ ആക്രമണം നടത്താൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതും അത്യന്തം പ്രകോപനപരമായിട്ട് ഇയാൾ സംസാരിച്ചിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് ആൾക്കാരത് കേട്ടും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശാന്തിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നതെന്ന് വ്യക്തം, അയാൾ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം സാവന്ത് എന്നെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ജാമ്യം നൽകണം എന്ന് മാത്രമല്ല, എനിക്ക് കുടുംബത്തിനും ഭീഷണിയുണ്ട്. അതുകൊണ്ട് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി എന്തായാലും മാർച്ച് 24 ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതി അത് കേൾക്കും. കേട്ടതിന് ശേഷം മുൻകാലങ്ങളിലും ഇത്തരം ഈ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന മഹാരാഷ്ട്രയാണല്ലോ. ഈ മഹാരാഷ്ട്രയിൽ നിന്നും ഇത്തരം വിമർശനങ്ങൾ പതിവായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷെ ഇപ്പോൾ അത് കൃത്യമായി സർക്കാർ ഇടപെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതിനു മുമ്പുള്ള സർക്കാർ നാം ഓർക്കണമായിരുന്നു, ഹിന്ദുക്കൾക്കെതിരെ നിരന്തരം സന്യാസിമാർക്കെതിരെ ആക്രമണം, സന്യാസിമാരെ തല്ലിക്കൊന്ന സംഭവം വരെ കെട്ടി നോക്കി നിന്ന ഒരു സർക്കാരും മുൻപുണ്ടായിരുന്നു. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിഭാഗം ദളിത് വോട്ടുകളുണ്ട്. നമുക്കറിയാലോ, അംബേദ്കറൊക്കെ എവിടുന്നാണ് ഈ ദളിത് സമൂഹത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ആയിട്ട് ഉയർന്നു വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ദളിത് വോട്ടുണ്ട്. ഈ ദളിത് വോട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ദളിതരുടെ വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. അതിന് നിരവധി കാരണങ്ങളുണ്ടാവാം. അത് നമുക്ക് ആ കാരണങ്ങളിലേക്കല്ല പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ദളിത് വോട്ട് ബാങ്കിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ആസൂത്രിതമായി വലിയ ഗൂഢാലോചന അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അത്തരത്തിലുള്ള ദളിത് സംഘടനകൾ തന്നെ മുന്നിട്ടിറങ്ങി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കലാപം നടത്താൻ പോലും മഹാരാഷ്ട്രയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 2 സന്യാസിമാരെ യാത്ര ചെയ്ത് പോവുകയായിരുന്ന 2 സന്യാസിമാരെ പിടിച്ചിറക്കി, വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം അവിടെ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. അന്ന് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള NCPയും ശിവസേനയിലെ ഒരു വിഭാഗവും ചേർന്ന് ഭരിക്കുകയായിരുന്നു. പക്ഷേ ആ സന്യാസിമാരുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ പോലീസിനോ ഭരണകൂടത്തിനോ സാധിച്ചില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ അതിനുശേഷം തന്നെ വലിയ പ്രതിഷേധം ഈ പ്രതികളെ പോലെ നേരെ പിടികൂടാൻ ആയിട്ടില്ല. ഇപ്പോൾ നോക്കൂ, നാഗ്പൂരിൽ ഒരു കലാപം ഉണ്ടായി. എത്ര പെട്ടെന്നാണ് അവിടെ ആക്ഷൻ ഉണ്ടായത്? എത്ര പെട്ടെന്നാണ് ഒരു വിഭാഗത്തെ ഒതുക്കി നിർത്തി, അവരെ സമാധാനത്തിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അവർ ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ ഒന്നും നടത്താത്തൊരു സാഹചര്യത്തിലേക്ക് നിയമം കയ്യിലെടുക്കാൻ അവരെ അനുവദിക്കാതെ വളരെ ശക്തമായ നടപടികളിലൂടെ ഫട്നാവിസ് സർക്കാർ എത്ര പെട്ടെന്നാണ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തത്? എത്ര പേരാണ് ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്നത്? ആ സംഭവത്തിൽ നാഗ്പൂർ കലാപത്തിന് പിന്നിൽ ബംഗ്ലാദേശിൻ്റെ കൈ പോലും ഉണ്ട് എന്ന് കണ്ടെത്തുകയും വളരെ പെട്ടെന്ന് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഈ മഹാരാഷ്ട്രയിൽ ഇനി ഇത്തരം സംഭവങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഈ പറയുന്നത് പോലെ ശിവാജിയെയും അദ്ദേഹത്തിൻ്റെ മകൻ സംഭാജിയെയും ഒക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് അതിവേഗം ഉടനടി മറുപടി കിട്ടും എന്ന് പണ്ട് തുടക്കത്തിൽ രാഹുൽ ഗാന്ധി ആവേശത്തിൽ പോയി സവർക്കറെ മഹാരാഷ്ട്രയിൽ ആക്ഷേപിക്കുന്ന ഒരു മറുപടി ജനം കൊടുത്തല്ലോ. അതെ, ജനവും കൊടുത്തിട്ടുണ്ട്, കൂടെ നിൽക്കുന്ന ഉദ്ധവ് താക്കറെ തന്നെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തു. അല്ല, ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിന്ന് പുതിയൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ യുദ്ധം ഇന്ത്യക്കെതിരെയാണ്, ഇന്ത്യ എന്ന സ്റ്റേറ്റിനെതിരെയാണ്, മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞതെന്ന് നോക്കണേ. ഇയാള് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാളാണ്, അയാളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും പ്രശാന്ത് കൊരത്കർ എന്ന ഈ മാധ്യമപ്രവർത്തകൻ ആളത്ര വെടിപ്പാണ് എന്ന് തോന്നുന്നില്ല. സാവന്ത് വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം നിയമത്തിൻ്റെ മാർഗം തേടിയിരിക്കുന്നു. കോടതിയിലെ പരിഗണനയിലാണ് ഈ മുൻകൂർ ജാമ്യം ഇരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതി ജാമ്യം കൊടുക്കില്ല, അറസ്റ്റിൽ വിധേയനാകാൻ തന്നെ നിർദ്ദേശിക്കും. എന്തായാലും പോലീസ് അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇത്തരത്തിൽ ഹിന്ദുക്കളെയും ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏകപക്ഷീയമായിട്ട്, മറ്റുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കട്ടെ. നാളെ മഹാരാഷ്ട്ര കേരളത്തിലും എത്തും, അതിൽ സംശയമില്ല.